ഞാനിവിടെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ബ്ലഡ് ക്യാൻസർ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത്. ചെറിയ ദേഹാസ്വാസ്ഥ്യം മൂലം ചേട്ടൻ ഇവിടെ നാട്ടിൽ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. അമൃതയിലാണ് ചെക്കപ്പ് ചെയ്തത്. ഫസ്റ്റ് ചെക്കപ്പിൽ തന്നെ ചേട്ടന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ കുടുംബം ഒന്നാകെ വളരെ വിഷമത്തിലായിരുന്നു പോയി. ആകെ അവിടെ വെച്ച് ഫസ്റ്റ് കീമോയിൽ തന്നെ ചേട്ടന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര പ്രയാസമാണ് ചേട്ടന്, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നോട്. കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ എൻ്റെ ആൻറ്റിയും അച്ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു, പേടിക്കേണ്ട, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് സൗഖ്യം, മാതാവ് മധ്യസ്ഥം വായിച്ച് പ്രാർത്ഥിച്ചോളും, മാതാവ് മാറ്റി തരുമെന്ന് പറഞ്ഞായിരുന്നു. ചേച്ചിയും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്ക് പോകാം, ഈ അടുത്ത ആഴ്ച നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് അടുത്ത ആഴ്ച വരെ എനിക്ക് നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള വല്ലാത്ത ഇത് വന്നു. എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ സമാധാനം കിട്ടിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ശക്തനായവൻ വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ചേട്ടൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് തന്ന നേർച്ച വസ്തുക്കളും എല്ലാം ലോക്കറ്റും ഞാൻ ഈ എഴുതി വെച്ച ഇതിൽ ഞാൻ വെച്ചു, പ്രാർത്ഥിച്ചു. എന്താണെന്ന് ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം തന്നെ ചേച്ചി രാവിലെ വിളിച്ചേക്കാണ്, ഷിജി വലിയ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ചേട്ടന് വല്ലാത്ത പനിയൊക്കെ ആയിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയണ ഒന്നും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ തന്നെ ചേട്ടൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ദേഹം ആകെ വിയർത്ത് കുളിച്ച് പനിയെല്ലാം പെട്ടെന്ന് മാറിയിരിക്കുന്നു. വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. പിന്നെ ചേട്ടൻ പറഞ്ഞു, എനിക്കിനി ഒരു കുഴപ്പമില്ല, എൻ്റെ രോഗം പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി, കർത്താവ് സുഖപ്പെടുത്തി, എനിക്കിനി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഞാൻ 2019 ഡിസംബർ മാസത്തിലാണ് എനിക്ക് നല്ല പനിയും ചുമയും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഡോക്ടർമാരെയും പോയി കണ്ട് എനിക്ക് യാതൊരു കുറവും വന്നില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു മാസത്തോളം ആ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക്കും ടാബ്ലറ്റുകളും കഫ് സിറപ്പ് എല്ലാം കഴിച്ചിട്ടും യാതൊരു കുറവ് വന്നില്ല. അതിനുശേഷം ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നതിന് ശേഷം ഡോക്ടറെ കണ്ട് അവിടെ ചെന്നപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ്, നിങ്ങൾ നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ 6 ദിവസം ഞാൻ അവിടെ കിടത്തി ചെക്കപ്പ് എല്ലാം ചെയ്ത് അവിടെ ICU യൂണിറ്റിലായിരുന്നു. ഞാൻ 2 ദിവസം ICU യൂണിറ്റിലായിരുന്നു. അതിനുശേഷമാണ് എന്നെ വാർഡിലേക്ക് മാറ്റിയത്. അവിടെ വെച്ച് എനിക്ക് ബോൺമാരോ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അക്യൂട്ട് മെലോയിഡ് ലുക്കേമിയ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഭയങ്കര പനി, അതുകൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി അവർ എത്രത്തോളം മരുന്ന് ചെയ്തിട്ടും എനിക്ക് പനി കുറയുന്നില്ല. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 18 ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്ന് രാത്രി ഞാനിതേപോലെ എല്ലാവരും കിടന്നുറങ്ങിയാണ്. വൈഫ് ഇതേപോലെ തന്നെ എൻ്റെ കഴുത്തിൽ കുരിശ് ഒരു കൊന്ത കിടപ്പുണ്ടായിരുന്നു. ആ കൊന്തയിൽ കുരിശിൽ പിടിച്ചിട്ട് പറഞ്ഞ്, കർത്താവ് എന്നെ കാത്ത് രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ അസുഖമെല്ലാം മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ട്, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാവരും കിടന്നു വൈഫിനെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ തന്നെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസമാണ് നടന്നത്. അത് അന്ന് തന്നെയായിരുന്നു അല്ലേ? ഉടമ്പടി എടുത്ത് അന്ന് രാത്രി തന്നെയാണ് വലിയൊരു ഇടപെടലാണ്. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മോത്തപ്പെടുത്താം. എന്നാണ്